രണ്ടുമുണ്ട്. പ്രാദേശിക വിഷയങ്ങളും പറയുന്നുണ്ട്, വെള്ളം പോലുള്ള കാര്യങ്ങൾ. എന്നാൽ പൊതു വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ പത്തനംതിട്ടയിലും ഇവിടെയും പൊതുവെ പറഞ്ഞ കാര്യം ശബരിമല, അത് വിശ്വാസ മനസ്സുകളെ അല്പം ഭ്രമപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഇടതുപക്ഷ ഗവൺമെൻറ് വേണ്ടത്ര പരിഗണിച്ചോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് അത് മറുപടി വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളുടെ ശത്രുവല്ല. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസങ്ങളെ മാനിക്കും. ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേരും വിശ്വാസികളാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഏത് മതമായാലും അവർ വിശ്വാസികളാണ്. ആ വിശ്വാസങ്ങളെ മാനിക്കാതെയും ഉൾക്കൊള്ളാതെയും പോകാൻ പറ്റില്ല. ഇടതുപക്ഷം പറയുന്നത് വിശ്വാസങ്ങളെ മാനിക്കും, പക്ഷേ വിശ്വാസങ്ങളുടെ മറ പറ്റിക്കൊണ്ട് വിശ്വാസ ഭ്രാന്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികൾ. മതഭ്രാന്ത്, മത തീവ്രവാദം അല്ല വിശ്വാസം. വിശ്വാസം പാവനമാണ്, വിശ്വാസം മഹത്തരമാണ്. ആ വിശ്വാസങ്ങളുടെ മറ പറ്റിക്കൊണ്ടാണ് എല്ലാ മതങ്ങൾക്കുള്ളിലും വലതുപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടെ തന്നെ കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി മത തീവ്രവാദം തലവെക്കുന്നത്. അതിന് ഇടതുപക്ഷം തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണുന്നു. അതിനോട് സന്ധി ചെയ്യില്ല, തലകുനിക്കില്ല. അതിനു മുൻപിൽ ഇടതുപക്ഷം ഉറച്ചതെന്ന് പറയുന്നു. മതങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസികളുടെ പേരിൽ കാണിക്കുന്ന ഇത്തരം ഭ്രാന്തുകളെ, തീവ്രവാദ പ്രവണതകളെ ഞങ്ങൾ ചെറുക്കും, അതിനെ പരാജയപ്പെടുത്തും. അതിലൂടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെയും മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കും. ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ്. കേരള കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു ജോസ് കെ മാണിയോട്. പലവട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് റോഷി അഗസ്റ്റിനോട്. ഞങ്ങളുടെ എല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേരള കോൺഗ്രസിനകത്ത്, അടുത്ത സുഹൃത്തുക്കൾ. അവരെല്ലാം ഒരുപോലെ പറയുന്നു, LDF വിട്ടുപോകേണ്ട ഒരു കാര്യം ഇല്ല കേരള കോൺഗ്രസിൽ. അതെല്ലാം പറയുന്നു. ജോസ് കെ മാണിയാണ് ചെയർമാൻ. ജോസ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, LDFിൽ നിന്നും ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് EM മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കേരള കോൺഗ്രസ് ചെയർമാൻ അങ്ങനെ പറഞ്ഞിരിക്കെ അതിനപ്പുറം പോയിട്ടുള്ള ഒരു സ്പെക്കുലേഷനെയും ഇടതുപക്ഷ ശക്തികളും LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല. കേരള കോൺഗ്രസ്സിന് സ്വന്തം വഴി അറിയാം. ആ പാർട്ടി പ്രതിനിധീകരിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളെയും കർഷക താല്പര്യങ്ങളെയുമാണ്. ആ രണ്ട് രംഗങ്ങളിലും മറ്റേത് ഗവൺമെൻറ്റിനേക്കാളും മുന്നണിയേക്കാളും ഉറച്ച സ്റ്റാൻഡുള്ളതാണ് LDF. ന്യൂനപക്ഷങ്ങളെ എന്നും മിത്രമായി കാണുന്നു. എല്ലാ കാലത്തും ഇന്ത്യയിലെമ്പാടും ഭൂരിപക്ഷ വർഗീയ ഭ്രാന്ത് പള്ളി ആക്രമിച്ചപ്പോൾ, കന്യാസ്ത്രീകളെ ആക്രമിച്ചപ്പോൾ, പുരോഹിതരെ ആക്രമിച്ചപ്പോൾ, ബൈബിൾ കത്തിച്ചപ്പോൾ അവിടെ എല്ലാം ഓടിയെത്തിയത് എല്ലാവർക്കും അറിയാം, ഇടതുപക്ഷമാണ്. ആ പക്ഷത്തെ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കാം. ഞങ്ങൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വൈരുദ്ധ്യം ഉണ്ടാക്കാൻ നിൽക്കുന്നവരല്ല. ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ യഥാർത്ഥ വിശ്വാസികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. യഥാർത്ഥ എന്ന വാക്കിന് അടിവരയുണ്ട്. അയഥാർത്ഥമായിട്ടുള്ള കാപട്യങ്ങളെ ഞങ്ങൾ മാനിക്കില്ല, പക്ഷേ യഥാർത്ഥ വിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും മാനിക്കും. അത് ഇത്രയും വർഷങ്ങളുടെ ബന്ധം കൊണ്ട് കേരള കോൺഗ്രസിനറിയാം, ജോസ് കെ മാണിക്കറിയാം. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അതുകൊണ്ട് എടുക്കാൻ പോകുന്ന തീരുമാനം 100% LDF അനുകൂലമായിരിക്കുന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ജോസ് കെ മാണി പറഞ്ഞത് ഭരണം എവിടെയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാവുക. ആ ഒരു സ്റ്റാൻസിക്ക് എന്തെങ്കിലും ഒരു നിലപാടിലോ അല്ലെങ്കിൽ അതിന് വ്യക്തത കുറവുണ്ടോ? ഭരണം എവിടെയുണ്ടോ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കേരള കോൺഗ്രസ് EM എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ്. ആ കേരള കോൺഗ്രസ് EM ഇവിടെയുണ്ട്, ഇവിടെ ഭരണമുണ്ട്. നാളെയും കേരള കോൺഗ്രസ് EM ഇവിടെ ഉണ്ടാകും, ഇവിടെ ഭരണമുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാഖ്യാനം. മറ്റൊരു മിനിസ്റ്റർ